അശ്വതി, ഉർസ്ലയൻസ് പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. കൊച്ചേട്ടൻ്റെ കത്ത്. അമ്മ പൊന്നമ്മയല്ലമ്മേ തങ്കമ്മ. പ്രിയ DCL കൂട്ടുകാരെ, 2026 ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ഇളകി മറിയുകയാണ്. അർജന്റീനയെ ഒരു ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം. സ്പെയിൻ ടീമിൻ്റെയും ആരാധകരുടെയും വിജയാരവങ്ങൾക്കും അർജന്റീനയുടെയും മെസ്സി ഫാൻസിൻ്റെയും ആർത്തനാദങ്ങൾക്കുമിടയിലൂടെ തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡലും കയ്യിലുയർത്തി ഗ്യാലറിയിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിൻ്റെ അരികിലൂടെ ഒരാൾ ഓടുകയാണ്. അയാളുടെ പേരാണ് നിക്കോ വില്യംസ്, ആഫ്രിക്കൻ വംശജനായ സ്പാനിഷ് ഫുട്ബോൾ ടീം അംഗം. ഇക്കഴിഞ്ഞ ജൂലൈ 12-ന് 24ാം പിറന്നാൾ ആഘോഷിച്ചവൻ. മകനെ എന്ന വിളിയുമായി ഗ്യാലറിയിൽ നിന്നും ഇരു കൈകളും നീട്ടിനിന്ന മരിയ ആർത്തർ എന്നവൻ്റെ അമ്മയെ കണ്ടതും ഈറനണിഞ്ഞ മിഴികളോടെ നിക്കോ തൻ്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ചാർത്തി. ചുറ്റും പൊതിഞ്ഞ ചാനലുകളോട് അവൻ പറഞ്ഞു, കളിക്കളത്തിൽ എനിക്ക് വളരെ വേഗം ഓടാൻ കഴിയും, എന്നാൽ എനിക്ക് എൻ്റെ അമ്മയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാടായ ആഫ്രിക്കയിലെ ഗാനയിൽ നിന്ന് രക്ഷപ്പെട്ട് സഹാറ മരുഭൂമി താണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. അതിനാൽ എൻ്റെ അമ്മയ്ക്കാണ് ഈ മെഡലിൽ എന്നേക്കാളും അർഹത. പ്രിയ കൂട്ടുകാരെ, ലോകം കോരിത്തെരിച്ചിരുന്ന അനുപമ നിമിഷമാണിത്. നിക്കോ പറഞ്ഞത് സത്യമാണ്. വെറും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ഗാനയിൽ നിന്നും അഭയാർത്ഥികളായി സഹാറ മരുഭൂമി കാൽനടയായി നടന്ന് സ്പെയിനിലെത്തിയ ഫെലിക്സ് വില്യംസിൻ്റെയും മരിയ ആർത്തറിൻ്റെയും മക്കളാണ് സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ ഇനാക്കി വില്യംസും നിക്കോ വില്യംസും. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഗാനയിൽ നിന്ന് സഹാറ മരുഭൂമി വഴി സ്പെയിനിലെത്താനുള്ള ദൂരം ഗൂഗിൾ മാപ്പിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5700 മുതൽ 6000 കിലോമീറ്റർ ദൂരമാണ് ആ മാതാപിതാക്കൾ നടന്നത്. കാൽനടയായി നടന്നാൽ ഏകദേശം 130 മുതൽ 150 ദിവസം നിർത്താതെ നടക്കണം ഈ ദൂരം പൂർത്തിയാവാൻ. ഒരു പക്ഷേ അവർ ഗാനയിൽ നിന്നും അൾജീരിയയിലൂടെ സഹാറ കടന്ന് ഒറാനിൽ നിന്ന് കപ്പൽ കയറി അലീക്കാൻ്റെ തീരത്തിറങ്ങി അഗോസ്റ്റയിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ വെസ്റ്റ് സഹാറ വഴി നടന്ന് മൊറോക്കോ കടന്ന് ജിബ്രാൾട്ടർ കടലിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. കൂട്ടുകാരി, നിങ്ങളുടെ ഇന്നിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നടന്നു തീർത്ത ഇന്നലേകൾ എത്രയെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ മാതാപിതാക്കളും നിങ്ങളുടെ മാതാപിതാക്കളും ജീവിതത്തിൽ നിരവധി സഹാറ മരുഭൂമി യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ്. തീർച്ചയായും ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ പകൽ പലപ്പോഴും 60 ഡിഗ്രിയാണ് ചൂട്. ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ കൊടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേരുന്ന കനൽ നാട്ടിൽ തേനും പാലും ഒഴുകണേയെന്ന് ഓരോ കിതപ്പിലും പ്രാർത്ഥിച്ചു. വിയർത്തൊലിച്ച് നടന്നത് നിക്കോയുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെയും മാതാപിതാക്കളാണ്. കടബാധ്യതകളുടെയും രോഗങ്ങളുടെയും പരാജയ ഭീതിയുടെയും ജീവിത ഭാണ്ഡങ്ങളുമായി ജീവിതത്തിൻ്റെ സഹാറ താണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിൻ്റെ തേനരുവികളും സത്യസന്ധതയുടെ വെൺമേഘത്തണലും വിശ്വസ്തതയുടെ ദീപസ്പന്ദങ്ങളുമാക്കാൻ മക്കളായ നമുക്ക് കഴിയണം. അവരുടെ അധ്വാനത്തിൻ്റെ അളവറിയണം. അവർ നമുക്കായി താണ്ടിയ സഹാറകളുടെ ദൂരമറിയണം. അപ്പോൾ തൻ്റെ പൊന്നായ അമ്മയോളം വരില്ല ഈ പൊന്നിൻ്റെ മെഡൽ എന്ന് തിരിച്ചറിഞ്ഞ നിക്കോയെപ്പോലെ നമ്മുടെയും കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിര പരിശ്രമത്തിൻ്റെയും വേർപ്പ് തുള്ളികൾ പതിച്ച ജീവിതമാകുന്ന മെഡൽ ഉയർത്തി നമുക്കും പറയാൻ കഴിയും, അമ്മ പൊന്നമ്മയല്ലമ്മേ തങ്കമ്മയാണെന്ന്. തനി തങ്കം കൊണ്ടെൻ്റെ ഹൃദയം പ്രതിഷ്ഠിച്ച എൻ്റെ തങ്കമ്മ. സ്നേഹാശംസകളോടെ സ്വന്തം കൊച്ചേ.